Hey guys, if you want to learn something about the evolution of cinema, you must know about black and white movies. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവീസിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്പർ 1 ഈസ് റഷ്യൻ ഡയറക്ടറായിട്ടുള്ള സെർജി ഐസൻസ്റ്റീൻ, വൺ ഓഫ് ദ പയനിയേഴ്സ് ഓഫ് വേൾഡ് സിനിമ. വേൾഡ് സിനിമയുടെ തുടക്കക്കാരിൽ ഒരാളായിട്ടുള്ള സെർജി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത് 1925 പുറത്തിറങ്ങിയ ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ. ദിസ് മൂവി ഈസ് ബേസ്ഡ് ഓൺ ദ റഷ്യൻ റവല്യൂഷൻ ആൻഡ് റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ഒരു ഷിപ്പിൻ്റെ അകത്ത് ഭക്ഷണം കിട്ടാതെ നടക്കുന്ന ഒരു ആഭ്യന്തര കലാപമൊക്കെ പറയുന്ന മൂവിയാണ്. ഇറ്റ് ഈസ് എ സൈലൻറ്റ് മൂവി, സോ ഐ തിങ്ക് യു ആൾ മസ്റ്റ് എക്സ്പീരിയൻസ് ഇറ്റ് വൺസ്. നമ്പർ 2 ഈസ് വിക്ടോറിയ ഡിസീക്ക ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഇറ്റാലിയൻ മൂവി 1948 റിലീസായിട്ടുള്ള ബൈസിക്കിൾ തീവ്സ്. ഒട്ടുമിക്ക ആൾക്കാരും ഈ മൂവിയെ പറ്റി കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും. വേൾഡ് വാർ സെക്കൻഡിന് ശേഷം ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരാൾ, പുള്ളിയുടെ ജോലിക്ക് സൈക്കിൾ അത്യാവശ്യമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ സൈക്കിൾ മോഷണപ്പെടുന്നു. പിന്നീട് പുള്ളിയും പുള്ളിയുടെ മകനും കൂടെ ആ സൈക്കിൾ കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് ഈ മൂവി. ഒരുപാട് ഇമോഷണൽ രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള മൂവി. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഇറ്റാലിയൻ മൂവിയാണ് ബൈസിക്കിൾ തീവ്സ്. ആൻഡ് നമ്പർ 3 ഈസ് 1950 റിലീസ് ചെയ്തിട്ടുള്ള ജാപ്പനീസ് മൂവി റഷമോൺ. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ബൈ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ക്രാഫ്റ്റ്മാൻ ഇൻ ദ വേൾഡ് ഫിലിം ഹിസ്റ്ററി, ദാറ്റ് ഈസ് അക്കിറ കുറസോവ. കുറസോവയുടെ ഈ മൂവിയിൽ പറയുന്നത് ഒരു ക്രൈം 3 പേര് കാണുന്നു. ആ 3 പേരും 3 പേരുടെ കാഴ്ചപ്പാട്, ആ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട അവർ കണ്ട കാര്യങ്ങൾ 3 പേരും 3 രീതിയിൽ വിസ്തരിക്കുന്ന ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. കണ്ടിട്ടില്ലാത്തവർക്ക് ഒരു പുത്തൻ അനുഭവം തന്നെയായിരിക്കും റഷമോൺ. നെക്സ്റ്റ് മൂവി ഈസ് എ മാൻ എസ്കേപ്ഡ്, ഡയറക്റ്റഡ് ബൈ റോബർട്ട് ബ്രസൻ. ഇതൊരു ഫ്രഞ്ച് മൂവിയാണ്. വേൾഡ് വാർ സമയത്ത് നാസി ജർമ്മനിക്കാർ പിടിച്ചു വെച്ച ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ ജയിലിൽ ചാടുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റോബർട്ട് ബ്രസൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഫിലിം മേക്കേഴ്സിൻ്റെ സിൻ ഗുരുവായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ഡയറക്ടർ കൂടിയാണ്. എസ്പെഷ്യലി മിഷ്കിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു ഡയറക്ടർ കൂടിയാണ് റോബർട്ട് ബ്രസൻ. ആൻഡ് ഈ ലിസ്റ്റിൽ അവസാനമുള്ള മൂവി ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടും കണ്ടിട്ടുമൊക്കെ ഉള്ള മൂവി തന്നെയായിരിക്കും ഇത്. 1960 പുറത്തിറങ്ങി മാസ്റ്റർ ഓഫ് ത്രില്ലർ മൂവീസ് എന്നറിയപ്പെടുന്ന ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സൈക്കോ. സൈക്കോ വാസ് വൺ ഓഫ് ദ ബെഞ്ച് മാർക്ക് ഡ്യൂറിങ് ദാറ്റ് ടൈം. ആൻഡ് ഇപ്പോഴും ഒരുപാട് ഫിലിം ഡയറക്ടേഴ്സും ആൾക്കാർ ക്രിറ്റിക്സും ഒക്കെ പ്രൈസ് ചെയ്യുന്ന ഒരു മൂവി കൂടിയാണ്. ഒരു മോഷണ ശേഷം ബെയ്റ്റ്സ് മോട്ടലിലേക്ക് എത്തിപ്പെടുന്ന ഒരു സ്ത്രീ, പിന്നീട് അവിടെ നടക്കുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെൻറ്റ്സ് നിറഞ്ഞിട്ടുള്ളൊരു മൂവിയാണ്. വളരെ ഡാർക്കായിട്ടുള്ളൊരു മൂവി കൂടിയാണ് സൈക്കോ. ആൻഡ് ദീസ് ആർ മൈ സജഷൻ ഫോർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവീസ്. കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന മൂവീസാണ് ഈ 5 എണ്ണവും. യപ്പ്, ദാറ്റ്സ് ഇറ്റ്.